സോ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലെ. ചാനൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ചാനലിന്റെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ കണ്ണാപ്പി വിളിക്കുമ്പോൾ വിഷമം വരില്ല. ഇതിന് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അതായത് സോ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ. ആദ്യത്തെ പോഡ്കാസ്റ്റ് അങ്ങനെ തുടങ്ങി. പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഫ്രണ്ട് മൈക്കൊക്കെ വെച്ച് വലിയ സെറ്റപ്പ്, ടേബിളിന്റെ ഫ്രണ്ട്. ഇത് തട്ടിക്കൂട്ട്, മൊത്തം തട്ടിക്കൂട്ട് സെറ്റപ്പ്. അപ്പൊ ആ സെറ്റപ്പിലാണ് നമ്മൾ തുടങ്ങണത് ഗൈസ്. അപ്പൊ ചാനൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ചാനലിന്റെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പൊ ചാനലിന്റെ പേര് കൊണ ദ പോഡ്കാസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ലൈവ് സ്ട്രീമേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഞാനും ഇവരും. അപ്പൊ ഞങ്ങൾ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൊണ പറയും, എന്തിനേലും ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വായ്ത്താളമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നടക്കാത്ത കാര്യങ്ങൾ. അതെ അതെ സത്യം. അപ്പൊ ആ ഒരു സാധനത്തിന് കുറച്ച് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ കൂടെ അങ്ങനത്തെ ഒരു ഇതിങ്ങനെ ശീലിച്ച് വന്നപ്പോ ഡെയിലി അത് കാണാനും ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും നമ്മൾ വിചാരിച്ച് എന്നാ ചില കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ലൈവിൽ മറ്റേ ഗെയിമിംഗ് ലൈവിൽ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. ഗെയിമിംഗ് ചാനൽ എന്ന് പേരിട്ടിട്ട് കോണ മാത്രമായി ചാനൽ പോയി. അതെ അതെ അതെ, ഇന്നലെ പോയി. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല, ഗെയിം കാണാൻ വരുന്നവരും എന്റെ കോണ കാണണമെന്ന് പറഞ്ഞാൽ അവന്റെ കോണ തുടങ്ങി. അതെ അതെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ചാനലിൽ അങ്ങനെ ഒരു പേര് വെച്ചത്. അപ്പൊ ആ പേരിൽ അങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചത് അതുകൊണ്ടാണ്. അപ്പോ ഞങ്ങള് പോഡ്കാസ്റ്റിലേക്ക് ചിലപ്പം വേറെ ഓഡിയൻസ്, പുതിയ ഓഡിയൻസ് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ പേര് ദിലിൻ ദിനേശ് എന്നാണ്. ഞാൻ ഒരു ഗെയിമിംഗ് സ്ട്രീമർ ആണ്. എന്റെ ചാനലിന്റെ പേര് ഈഗിൾ ഗെയിമിംഗ് എന്നാണ്. അതുപോലെ എന്റെ പേര് ദേവദത്ത് എന്നാണ്. എന്റെ ചാനലിന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി എന്നാണ്. സൂപ്പർ. മുഖത്ത് നോക്കി കണ്ണാപ്പി വിളിക്കുമ്പോൾ വിഷമം വരില്ല. ഓ സത്യത്തിൽ വെളിയിറങ്ങിയിട്ട് ആൾക്കാർ വന്നിട്ട് കണ്ണാപ്പില്ലേ കണ്ണാപ്പി, ഞാനൊരു അച്ഛന്റെ അമ്മയുടെ കൂടെ പോകുമ്പോ കണ്ണാപ്പി എത്ര വിളിച്ചിട്ടുണ്ടോ അന്നിപ്പോ വീട്ടിൽ തൊട്ട്. അതൊന്നല്ലേ നമ്മള് മെമ്മോയിലൊക്കെ ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറല്ലോ, ജനറലിലൊക്കെ കയറിയിട്ട് നമ്മള് നല്ല ഇടിയായിരിക്കുമല്ലോ. അതിന്റെ ഇടയ്ക്ക് കണ്ണാപ്പി അതവൻ അക്സെപ്റ്റും ചെയ്തു. അതെ ഞാൻ കണ്ണാപ്പി ചെയ്ത് ആദ്യമായിട്ടായിരിക്കും ആ പേരൊരാൾ പ്രൗഡായിട്ട് കേൾക്കുന്ന. ആദ്യമായിട്ടായിരിക്കും ഓരോരുത്തർ കമന്റ് ബോക്സ് കണ്ണാപ്പി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർ തിരിച്ചു ഞാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. നീട്ട പേരല്ലേ, നീ കേട്ടില്ല. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടുപേരുടെയും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മള് ചാനല് തുടങ്ങിയ ഒരു കാര്യം അതിലേക്ക് വന്ന കഥ പറയാം. മെയിനായിട്ട് ഈ ഗെയിമിംഗ് ചാനലിൽ ഇരുന്ന് അധികം ഇങ്ങനത്തെ കുണ പറയണത് ശരിയല്ല. നമ്മളാണെങ്കിൽ കുറെ നാളായിട്ട് വിചാരിച്ചിരിക്കുവായിരുന്നല്ലോ ഈ പറയണത് പോലെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ വെക്കണം. നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കുറെ നാൾ മുമ്പത്തെ ഒരു പ്ലാൻ ആയിരുന്നു. ഒരു ദിവസം നമ്മൾ എല്ലാവരുടെ അടിച്ചു കിണ്ടിയായിട്ട് അങ്ങനെയല്ലോ അന്നത്തെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അടിച്ചിരുന്നിട്ട് നാളെ തന്നെ രാത്രി ആമസോണിൽ നിന്ന് ക്യാമറ ഒക്കെ ഓർഡർ ചെയ്ത് ബൈക്ക് അന്ന് ഓർഡർ ചെയ്ത് വെച്ച ബൈക്ക് കേട്ടോ. അഡ്വാൻസ് കൊടുത്ത് രാവിലെ ആയപ്പോ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു ഷൂട്ടിന് ഒന്ന് താഴേക്ക്. ചാനലിന്റെ കാര്യം പറഞ്ഞത് എനിക്കൊരു വ്ളോഗ് ചാനലുണ്ട്, അതിന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി. അതാ പറഞ്ഞ അതിന്റെ കാര്യം പറഞ്ഞു വ്ളോഗ്. അതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പോയി, അതേതോ വഴിക്ക് പോയി. റിക്കവർ ഒക്കെ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ആൾക്കാർ ഇപ്പൊ വിചാരിക്കുന്നത് മടിയാണെന്ന്. എന്റെ മടി കാരണം മറന്നുപോയത്, തിരിഞ്ഞു നോക്കാതെ പോയത്. പിന്നെയാണ് നമ്മള് പോഡ്കാസ്റ്റ് എന്നുള്ളൊരു പ്ലാൻ. അത് പ്ലാൻ അല്ല, നമ്മുടെ ലൈവ് സ്ട്രീമിന്റെ ഇടയ്ക്ക് തുടങ്ങിയ ഒരു പ്ലാനാണ്. അതെ അതെ, നമ്മുടെ 24 hours ഇടയ്ക്കാണ് ഫസ്റ്റ് 24 hours ഇടയ്ക്ക് നിന്നെ ഞാൻ വിളിച്ച സമയത്ത് നീ വന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മള് അത്രയും നേരം ഞാൻ ഒരുമാതിരി മറ്റേ 2K 3K വാച്ചുകളൊക്കെ സ്ട്രീം ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് 6000 ആയി 7000 ആയി. എന്നിട്ട് അല്ല ലേറ്റ് നൈറ്റ് അല്ല, രാവിലെ പകല. എന്നിട്ട് നമ്മൾ ഈ പറയണത് പോലെ അന്ന് നമ്മളെ കുറച്ച് ക്ലിപ്സ് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഗൈസ്
ഈ പറയണ പോലെ നല്ല വൈറലായിരുന്നു. നമ്മളിപ്പം വലിയ ക്യാമറമാനെ വിളിച്ചത് നമ്മുടെ DSLR ലൈറ്റിംഗ് ഇതൊക്കെ സെറ്റപ്പ് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടാ അതിനുള്ളൂ. സെയിം സാധനം ഉണ്ടല്ലോ, ഒരുത്തം കട്ട് ചെയ്ത് ഒരു BGM കൂടെ കയറ്റി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മില്യൺസ്. അത് സത്യം. എങ്ങനെ അടിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ആ അൽഗോരിതം മനസ്സിലായിട്ടാണ്. നമ്മൾ എന്തിട്ടാലും നമുക്ക് കിട്ടില്ല. വേറെ നമ്മുടെ ഒരു ബീജം കേട്ടിട്ട് കഴിഞ്ഞാൽ അത് 100K കൺഫേം. നമ്മുടെ പ്രൊഫൈലുള്ള വീഡിയോ അതേപോലെ പാട്ട് മാറ്റി ഇതൊക്കെ എങ്ങനെ കിട്ടണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എന്നിട്ട് മെയിൻ ഒരു കാര്യം പറഞ്ഞ ഇത് പറഞ്ഞപ്പോഴുള്ള ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടാ. നമ്മുടെ ഈ ലൈവിൽ നിന്ന് ആൾക്കാര് മറ്റേ എന്റെ റിയാക്ഷൻസ് കട്ട് ചെയ്തിടുമല്ലോ, അപ്പൊ എന്നെ കുറെ പേർക്ക് ഈ റിയാക്ഷൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ പറയണം. മറ്റേ ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഒക്കെ എന്റെ വീഡിയോ കമന്റ് വായിച്ച മോനെ ജീവിതം ഇല്ലാണ്ടായി പോകും. ഞാൻ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് PUBG ലോഗിൻ ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിലായി? അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ 5 വർഷം മുമ്പേ മറന്നു അതെല്ലാരും. പിന്നെ ഞാൻ അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ PUBGക്ക് അത് ലോഗിൻ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അത് ട്വിറ്റർ ആയപ്പോഴത്തേക്ക് പിന്നെ അതിലോട്ട് മാറി. അത് കഴിഞ്ഞപ്പോ ഫേസ്ബുക്ക് കംപ്ലീറ്റ് പറഞ്ഞു. അതിനകത്ത് ആൾക്കാരുടെ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മോനെ എന്റെ പറയാം മറ്റേ ഈ താറാവ് തൊലിയൻ എന്തിനിരിക്കും തൊലി. ഞാനുണ്ട് ഇതുപോലെ ഓരോ ഡിസ്കോഡ് ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അവന്റെ കാണാം താറാവിന്റെ സിമ്പിള്. ഇതൊക്കെ എന്റെ പേരുള്ള താറാവ് തൊലി. ഞാൻ ചിരിക്കുമ്പോ താറാവിന്റെ ശബ്ദമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ പറ്റി കുറെ അങ്ങനെ കണ്ടു. ഒരു ദിവസം ഞാൻ ഡിപ്രഷൻ അടിച്ചപ്പോ അവളിങ്ങനെ പറഞ്ഞ് ഇതൊന്നും എടുത്ത് നോക്കരുത്, ഇതൊക്കെ വല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരും നമ്മുടെ റീച്ചാ. സത്യം. കാരണം ഇവരൊക്കെ നമ്മുടെ കണ്ടന്റ് ഇടുന്നോണ്ടാണ് നമുക്ക് ഒരു റീച്ച് കൂടെ കിട്ടുന്നത്. നമ്മളെ നാളെ അറിയുന്നത് ഇവര് മെയിൻ ആയിട്ടാണ്. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്ന വെച്ചാൽ എന്താടാ, ഇത് കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആണ്ടിൽ ഒരിക്കലായിരിക്കും ഡിസ്കോ ട്രോൾസ് നോക്കുന്നത്. അതില് ഒരു 50 റീല് കാണുമായിരിക്കും. അത് ഒരു 50 ദിവസം ഓടും. മനസ്സിലായോ? ഈ 50 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ഞാൻ ഡിസ്കോ ട്രോൾസ് വരുന്നത്. അപ്പൊ വീണ്ടും അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതിൽ ചില വീഡിയോസ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അതായത് ചില ആൾക്കാരൊക്കെ കഴിവുള്ള ആൾക്കാരുടെ വീഡിയോ നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. മറ്റേ അണ്ണൻ രക്ഷപ്പെടുത്തി ആ പയ്യനുണ്ട്. പിന്നെ അങ്ങനെ കുറെ പേരുണ്ട്. നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ പറ്റത്തില്ലടാ. നമ്മൾ ത്രൂ രക്ഷപ്പെട്ട ഒരാളെന്ന് പറയാം. നമ്മളൊരു ഇനിഷ്യൽ എക്സ്പോഷർ കൊടുത്തു. അതിപ്പം കുറെ പേര് ആ പയ്യനൊക്കെ കുത്തിയിരുന്ന് വരച്ചിട്ട് അവനൊന്നും ഒരു എക്സ്പോഷറും കിട്ടിയിട്ടില്ലായിരുന്നു. അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്തതിന് ശേഷം നല്ല പോർഷ് വരെ വന്ന് കമന്റ് ഇട്ട്, പോർഷ് ഒഫീഷ്യൽ വരെ വന്ന് കമന്റ് ഇട്ടാ. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടി തുടങ്ങിയത് കുറെ ആൾക്കാർ പാട്ട് പാടിയവരായിക്കോട്ടെ, വരയ്ക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ കുറെ പേര് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവരൊക്കെ എന്നെ മെൻഷനും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കിട്ടുമ്പോ അന്ന് ഈഗിൾ ഗെയിമിംഗ് ഇതുപോലെ ചെയ്തായിരുന്നു, അങ്ങനെയാണ് ഇത് വൈറൽ. അത് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷമാണ്. മനസ്സിലായത്? അത് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാണ് ശരിക്കും? സാർ പറഞ്ഞത് എന്തിനായിരുന്നു നമ്മൾ എന്തിനൊക്കെ പറയണേ? എടാ അല്ല, നമ്മൾ എന്തിനായിരിക്കും അത്? അല്ല നമ്മള് ഇപ്പം നമ്മൾ പറഞ്ഞു ഗെയിമിംഗ് ചാനലില് നമ്മള് ഇങ്ങനെ എല്ലാം കൂടെ വാരി വലിച്ചിടാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മളല്ല പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു. കഥ പറഞ്ഞങ്ങ് എവിടെയോ എത്തി. നമ്മളിനി കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ ഞങ്ങള് കണ്ണാപ്പി അന്ന് വന്നപ്പോ ആ ഒരു ഇന്ററാക്ഷൻ നടന്നപ്പോ അവിടുന്ന് വീഡിയോ വൈറലായതിലോട്ടാണ് നമ്മൾ പോയത്. അപ്പം കണ്ണാപ്പി വന്ന് ഇതുപോലെ ഇന്ററാക്ഷൻ ഒരു സെക്ഷൻ വെച്ചപ്പം എല്ലാവർക്കും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട്. അതെ കുറെ പേര് സജഷൻ ആയിട്ട് കുറെ ബ്രോ ഇന്ന ടോപ്പിക്ക് സംസാരിക്കുക, അത് സംസാരിക്കണം, ഇത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ പിന്നെ എനിക്കൊരു ഇൻഡിവിജ്വൽ കോണയുണ്ട് എല്ലാ ദിവസവും എന്റെ ലൈവില്. അപ്പൊ ഇവനും എനിക്ക് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ഗെയിം കളിക്കുന്ന കൂട്ടത്തില് TV എന്നാണ് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര്. അതില് ഈ പറയണ പോലെ ഇവൻ അതിൽ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇവനെന്ന് പറഞ്ഞാൽ സ്ട്രീം ചെയ്യാൻ മടിയാണ്. അപ്പൊ വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് പൈസ അതാണ് ഈ അൾട്ടിമേറ്റ് ഇവന്റെ അൾട്ടിമേറ്റ് എയിം അതാണ്. അല്ലല്ലേ എന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ ഈ കസേര ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഇങ്ങനെയൊക്കെ കൈ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഇതാണ് എന്റെ ജീവിതാഭിലാഷം. ഇതാണ് ചില്ലറ കുഴപ്പമല്ല, ഒന്നും ചെയ്യരുത്. ഞാൻ ഒന്നും ചെയ്യരുത്. രാവിലെ 3 നേരം ആഹാരം തിന്നാൻ പോകുമ്പോ ബാലൻസ് ഇല്ലെന്ന് പറയുന്നത്. ബാലൻസ് ഇല്ലെന്ന് പറയുന്നത് അതല്ല നിന്റെ അൾട്ടിമേറ്റ് എയിം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാലാണ് നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുക.
നമ്മള് മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം. മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ മെനു കാർഡ് നോക്കാതെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അയ്യോ അങ്ങനെയല്ല, മെനു കാർഡിലെ പ്രൈസ് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം. അത് അങ്ങനെയൊക്കെ വളരണമെങ്കിൽ വേറെ ലെവലിലൊക്കെ വളരണോടാ. നമുക്ക് ഒരു പണിയില്ലാതിരിക്കുന്നത് എനിക്ക് അത് പോസിബിൾ അല്ല. വെറും അതൊക്കെ റീൽസ് ജീവിതം, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങള് ഈ ഒരു ചാനലിലോട്ട് വന്ന ഒരു വഴി ശരിക്കും പറഞ്ഞാൽ വന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഗെയിമിംഗ് ചാനലിൽ നിന്ന് മാറി നമ്മൾ ഇങ്ങോട്ട് ഒരു പുതിയൊരു ചാനലില് പിന്നെ മേലെ നങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള പുതിയൊരു തന്ത്രം, പുതിയൊരു മാർക്കറ്റ്. അതായത് എപ്പോഴും ലൈവ് ആയിട്ടിരുന്ന് ചെയ്യുന്നതിലും നല്ല, അല്ലാതെ ഓഫ്ലൈനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആഗ്രഹം, അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണ്. ആൻഡ് ഇതില് നമ്മൾ മെയിൻലി ഗൈസ് നിങ്ങളിതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണരുത്. കാരണം ഞങ്ങൾ ഇതിനെ പോഡ്കാസ്റ്റ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും ഇതിനെ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണരുത്. കാരണം പോഡ്കാസ്റ്റ് ഒക്കെ കമന്റ് ലൈവ് അല്ല, എന്നാ പിന്നെ പോഡ്കാസ്റ്റ് നീ എന്തിന് പേരിട്ടു? അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത്. എല്ലാരും കണ്ടുവന്നൊരു പോഡ്കാസ്റ്റിന്റെ ഒരു രീതിയുണ്ട്. സൗണ്ട് എഫക്ട്, മറ്റേ മലയെന്ന് പറയുമ്പോൾ മല മേളിൽ കാണിക്കണം. അല്ല, അതൊക്കെ നമ്മളും കാണിക്കാം. അത് പറയരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ള പോഡ്കാസ്റ്റ് എന്ന് പറയണത് വേറെ, ചിലപ്പം ലൈക്ക് ഒരു മാറ്റർ എടുക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, നമ്മളും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കാഷ്വൽ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മള് ഇപ്പൊ നിങ്ങളെ ഫ്രണ്ടോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക് എടുത്തിരുന്നു, ഓക്കെ, ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സംസാരിക്കും, അതുപോലെ സംസാരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പം ഒരു പോഡ്കാസ്റ്റിന്റെ സീരിയസ്നെസ്സിലേക്ക് ചിലപ്പോൾ ഞങ്ങൾ പിന്നീടൊക്കെ വരുമായിരിക്കും ഇത് കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ. മനസ്സിലായോ? നമ്മൾ ചിലപ്പോൾ അഡാപ്റ്റീവ് ആവും. എന്റെ മോൻ നോക്കിട്ട് സീരിയസ് ആവും. എനിക്ക് നിന്റെ മോൻ നോക്കിട്ട് ചിരിയേ വരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കണേ. അപ്പം ലൈക്ക് കുറച്ചൊക്കെ കഴിയുമ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ ഞങ്ങൾ ചിലപ്പം പോഡ്കാസ്റ്റ് അല്ല, നമ്മളിപ്പോ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കുമല്ലോ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുന്നതും ബാക്കിയൊക്കെ അല്ലേ. നമ്മള് ഒരു തുണിക്കച്ചവടം തുടങ്ങിയ അടുത്ത ദിവസം ആരൊക്കെ ഏതൊക്കെ തുണിക്കടയിൽ എന്തൊക്കെ വിൽക്കുന്നു, അവന് കച്ചവടം കൂടാനുള്ള കാര്യം അതാ പറഞ്ഞത്. അവന് കച്ചവടം കൂടാനുള്ള കാര്യം എന്താ നമ്മൾ അന്വേഷിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ബഡ്ഡിങ് സ്റ്റേജ് ആസ് എ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു വെക്കണം. ഈ പോഡ്കാസ്റ്റ് ഊച്ചാളികളെ പോലെ സംസാരിക്കരുത്, അടിച്ച്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ നിന്ന് വരുന്ന പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാവും. പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് കുറച്ച് ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരണം. ഞങ്ങൾ ഈ സെറ്റപ്പ് നിങ്ങൾ നോക്കണ്ട. ഇത് ഞാൻ ഗസ്റ്റ് ഇരിക്കാൻ അപ്പൊ നമ്മള് പോഡ്കാസ്റ്റിൽ ഇനി ഗസ്റ്റ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ സോഫ ബുക്ക് ചെയ്യണം. അതെ, ആദ്യം 10 പേര് ഈ വീഡിയോ കാണുമെന്ന് നോക്കണം. അതാണ് മെയിൻ. എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. ഇന്നലെ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ മറ്റേ സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഒക്കെയാണ് ലിങ്ക് അയച്ചു തന്നത്. അതിലേക്കൊന്നും നമ്മൾ പോണില്ല. നമ്മുടെ ഒരു ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് കുറച്ച് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരണം. അവരുടെ അടുത്തൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ കാര്യങ്ങൾ, അതിനെ പറ്റിയൊക്കെ കുറച്ച് എന്താ പറയാ, ഈ ആധികാരികമായി സംസാരിക്കുന്നതല്ലാതെ അങ്ങനെയല്ലടാ, ആധികാരികമായിട്ട് സംസാരിക്കുന്നതല്ലാതെ കുറച്ച് ഫണ്ട് രീതിയിലൊക്കെ കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പൊ ഞങ്ങളുടെ ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. സോ ഇതാണ് ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ഗോ. വെൽക്കം ടു പോഡ്കാസ്റ്റ്. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് വെറുതെ നമ്മളെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് മാത്രം പോകുന്നതിൽ ഒരു രസമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങണം. അപ്പം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇത്ര നാൾ എന്തിനാ സമയം കളഞ്ഞേ? ഗെയിം കളിച്ച്. അപ്പൊ എല്ലാവർക്കും ഗെയിം നമ്മൾ തന്നെ പറഞ്ഞു, ഗെയിം കളിച്ചു. അതിലൊരു കളി വരുന്നുണ്ട്. ഏത് കളി വരുന്നുണ്ട്? അതെ, അത് ഞാൻ പറയണേ. എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ് ഈ ഗെയിം കളിച്ച് നമ്മള് സമയം കളയുക, അല്ലെങ്കിൽ ഗെയിം കളിച്ച് ടൈം വേസ്റ്റിംഗ് ആണ് അങ്ങനത്തെ. പക്ഷെ അതില് ഈ പറയുന്നതിലും കാര്യമുണ്ട്,
കാര്യം ഇല്ലായ്മയുണ്ട്, രണ്ടും ഉണ്ട് അതില് ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്ര നാളെ ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൊഫഷണൽ സ്ട്രീമർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വിളിക്കാൻ പറ്റും. നിന്നെയൊക്കെ അങ്ങനെ വിളിച്ചാൽ നാട്ടുകാർ പറയും ചെരുപ്പ് മറ്റേ നീ നാളെ ഈ ടി വി കൂടെ ചെരുപ്പ് കിട്ടുന്നത് സ്വന്തം വീട്ടിൽ ടി വിക്ക് അതിരുന്ന് കാണുമ്പോഴേ ചെരുപ്പ് റേഡിയോയിലൊക്കെ നിന്നെ അൺസബ് ചെയ്യാം. ചിലപ്പോ എപ്പോഴോ സബ് ചെയ്ത് വെച്ചായിരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു സമയത്ത് ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും മാക്സിമം ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് എടുക്കുള്ളൂ. എന്നാലും ഞാനും ഒരു മാസം നിന്റെ ഒരു മാസം അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ എനിക്കിതൊക്കെ ചെയ്യുമ്പം എന്റേതായിട്ടുള്ള ഒരു ഞാൻ ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് നമുക്ക് വെറുതെ ക്യാമറ ഓൺ ആക്കിയിരുന്ന് അഭിനയിക്കുന്നത് വേണമെങ്കിൽ അഭിനയിക്കാം. പക്ഷെ നമ്മള് നല്ല മൂഡിൽ ഇരിക്കുന്ന ദിവസം ഞാൻ നിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പ്ലസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് ഈ കുറച്ച് ആൾക്കാരൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്ക് ഇതും തോന്നിയത്. അപ്പൊ ഈ ലൈവ് ഇടും വരുമ്പോ എന്റെ മനസ്സ് സെറ്റ് ആയിരിക്കണം. ഓ ഇന്ന് ഇതുപോലെ കളിക്കാം, അതാണ് ചിരിച്ചിരിക്കാൻ പറ്റണം. നമ്മുടെ മൈൻഡും ആ ഒരു ഈ മെന്റാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങൾ. അതാണ് നമ്മൾ ഒരു പ്ലസന്റ് വൈബ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ലൈവ് ഇടാനാണെങ്കിലും എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്കൊരു ജോലിക്ക് പോകാനാണെങ്കിലും അതല്ലേ ജോലിക്ക് ജോലിക്കൊക്കെ പോകുന്നവരെ ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എടാ ഇപ്പം 9 to 5 ജോബ് എന്നൊക്കെ പറയണത് അവർക്ക് അവരുടെ യാതൊരു ഇപ്പം ആര് മരിച്ചാലും എന്ത് ഫംഗ്ഷൻ നടന്നാലും അവർക്ക് ചിലപ്പോ പോയേ പറ്റും. അവര് അതൊരു വേറൊരു സെക്ഷനാ. പക്ഷെ നമ്മുടെ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ നമ്മൾ ലക്കിയാണ്. ലൈക്ക് ഇതിനൊരു റവന്യൂ കിട്ടുന്നത് നമ്മളത് ലക്കിയാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മളിപ്പം ഇഷ്ടപ്പെട്ട ഒരാളുടെ നമ്മുടെ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കുമല്ലോ ആൾക്കാർ നമ്മളെ സബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ വരുമ്പോ അയ്യേ ഇന്നെന്തൊരു ഊളയായിരുന്നു മീൻസ് അത് എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഇപ്പൊ ഞാനുണ്ടല്ലോ ഞാനിങ്ങനെ എല്ലാത്തിനും കമന്റ് സെക്ഷൻ നോക്കും ലൈവ് കഴിഞ്ഞാൽ. അപ്പൊ ഇത് നല്ലതാണോ, ആൾക്കാർ എന്ത് ഫീഡ്ബാക്ക് പറയാം, അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഒരാളെങ്കിലും അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അത് വെച്ച് അടുത്തിനകത്ത് അത് ഫിക്സ് ചെയ്യണം. അങ്ങനത്തെ രീതിയിൽ ഞാൻ അതെല്ലാരും ഒട്ടുമിക്ക ലൈവ് സ്ട്രീമേഴ്സ് ചെയ്ത് പോകുന്ന ഒരു കാര്യം അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്താലേ ഈ പറയണത് പോലെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു